ഓം ശ്രീ ആഞ്ജനേയായ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഞാൻ MS വിനീത്. 2026 നക്ഷത്രഫലം, വർഷഫലമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അതായത് വിശാഖം നക്ഷത്രം, അനിഴം, തൃക്കേട്ട നക്ഷത്രം, ഈ 3 നക്ഷത്രക്കാർക്ക് 2026 ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. എൻ്റെ ആസ്ട്രോളജി റിലേറ്റഡ് ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വ്യാഴം, ശനി, രാഹു, കേതു, ഈ 4 ഗ്രഹങ്ങളെ പ്രധാനമായി ഫോക്കസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ എല്ലാം ഒരു സ്ഥാനമാനങ്ങൾ മാനിച്ചുകൊണ്ടും ആണ് പൊതുവായിട്ടുള്ള ഒരു നക്ഷത്രഫലം, വർഷഫലം നമ്മൾ ചെയ്യുന്നത്. അപ്പം 2026 വിശാഖം നക്ഷത്രക്കാർക്ക്, തുടക്കത്തിൽ ഞാൻ പറയാൻ പോകുന്ന വിശാഖം നക്ഷത്രക്കാരുടെ അടുത്ത 2026 വർഷഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. വിശാഖ നക്ഷത്രക്കാർക്ക് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഇടകലർന്ന ഒരു വർഷമാകും 2026. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമാകും. ഔദ്യോഗികപരമായിട്ട് ചെറിയ തടസ്സങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കഠിനമായിട്ടുള്ള ജോലിയിലുള്ള അധ്വാനം ആവശ്യമാണ്. ഔദ്യോഗികപരമായിട്ട് ഹയർ അതോറിറ്റീസിനെ പ്രീതിപ്പെടുത്താനുള്ള ബുദ്ധിമുട്ട് വിശാഖ നക്ഷത്രക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതാണ്. എങ്കിലും ജോലി സംബന്ധമായിട്ട് അവർക്ക് ടെൻഷൻ ഉണ്ടാകുമെങ്കിൽ പോലും അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ജോബ് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാൻ സഹായകരമാവുന്നതാണ്. ആ ഒരു ഫൈനൽ ടാർഗറ്റിൽ എത്തിച്ചേരാൻ സഹായകരമാവുന്നതാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി മാത്രം വേണം അങ്ങനെയുള്ള ഡിസിഷനുകൾ എത്തിച്ചേരാൻ. അതുപോലെ തന്നെ ഔദ്യോഗികപരമായിട്ട് പ്രൊമോഷൻ റിക്വസ്റ്റ്, അങ്ങനെയുള്ള ട്രാൻസ്ഫർ റിക്വസ്റ്റ് കാര്യങ്ങൾ ഒക്കെ കൊടുത്തവർക്കും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ചെറിയ തടസ്സങ്ങൾ ആദ്യം ഉണ്ടാവുമെങ്കിൽ പോലും തടസ്സങ്ങളെല്ലാം മാറി അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന നല്ലൊരു വർഷമാണ് വിശാഖം നക്ഷത്രക്കാർക്ക്. വിഘ്നേശ്വര പ്രീതി നേടി മുൻപോട്ട് പോവുകയാണെങ്കിൽ തടസ്സങ്ങൾ, നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്ന വിഘ്നങ്ങളെല്ലാം തീർച്ചയായിട്ടും മാറി കിട്ടുന്നതാണ്. അതുപോലെ ഹനുമാൻ സ്വാമിയെ നിത്യവും പ്രാർത്ഥിക്കുക. ശത്രുപരമായിട്ടുള്ള തടസ്സം വിശാഖം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. സംസാര നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംസാരം ആ ഒരു മിതത്വ ഭാവത്തില് സംസാരിക്കുക. അങ്ങനെയുള്ള സംസാര നിമിത്തം ബന്ധുമിത്രാദികൾ പോലും ശത്രുക്കളാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ കൂടി നിൽക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുകയാണെങ്കിൽ ശത്രു സംഹാര മന്ത്രാർച്ചന, അതുപോലെ തന്നെ രക്തപുഷ്പാഞ്ജലി ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഈ വർഷം തുടക്കത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് വിശാഖ നക്ഷത്രക്കാർക്ക്. അതിനുശേഷം ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും മാറുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങൾ കാര്യങ്ങളെല്ലാം മാറുന്നതാണ്. വിശാഖ നക്ഷത്രക്കാര് നിങ്ങളുടെ ജനന സമയത്തുള്ള ജനന ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ നിലവിലത്തെ ഇപ്പോഴത്തെ ദൈവാധീന കാര്യങ്ങൾ കബഡി പ്രശ്നത്തിൽ കണ്ടുകൊണ്ട് അതിന് പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഓരോരുത്തരും അങ്ങനെ പരിഹാരങ്ങൾ പേഴ്സണലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ മാറ്റി 2026 വളരെ ശുഭകരമായിട്ടുള്ള ഒരു വർഷമാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും തടസ്സങ്ങൾ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്, വിശാഖ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ കബഡി പ്രശ്നത്തിലൂടെയാണ് അങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. എന്റെ കബഡി പ്രശ്നം വഴി അങ്ങനെ പരിഹാരം കാണാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ പേഴ്സണലി എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പൊ വിശാഖ നക്ഷത്രക്കാർക്ക് ഞാൻ പറഞ്ഞു വന്നത് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അത് പേടിക്കണ്ട. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന വിശാഖ നക്ഷത്രക്കാർ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് എക്സ്പാൻഷൻ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാകും 2026. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ വളരെ നല്ല ഒരു വർഷമാണ്. പക്ഷേ കസ്റ്റമർ റിലേറ്റഡ് അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ വിശാഖ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിവാഹപരമായിട്ടുള്ള തടസ്സങ്ങൾ തീർച്ചയായിട്ടും മാറി നിൽക്കുന്ന അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് വിശാഖ നക്ഷത്രക്കാർക്ക് 2026 കാണിക്കുന്നത്. വാഹനം എടുക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാകും. അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉചിതമായിട്ടുള്ള രീതികളിൽ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റിയ നല്ലൊരു വർഷമാണ്. അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനും അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റിയ അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള വർഷമാകും 2026 വിശാഖം നക്ഷത്രക്കാർക്ക്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള സൗന്ദര്യ പിണക്കം പോലുള്ള കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടറിഞ്ഞ് സോൾവ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ ഉമാമഹേശ്വര അർച്ചന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ കലഹങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ഉമാമഹേശ്വര അർച്ചന ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാകുന്നതാണ്.
ഭാഗ്യപരമായി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാവും വിശാഖ നക്ഷത്രക്കാർക്ക് പൊതുവെ. അതുപോലെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ധനപരമായിട്ടുള്ള നഷ്ടം കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെങ്കിൽ പോലും വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും വിശാഖം നക്ഷത്രക്കാർ. അടുത്തത് അനിഴം നക്ഷത്രക്കാർക്ക് അടുത്ത 2026 ഫലം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. അനിഴം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് 2026 കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ചെറിയ തോതിലുള്ള മടി, അങ്ങനെയുള്ള അലസതകൾ ഉണ്ടാകാനുള്ള സാധ്യത അനിഴം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത 2026 തുടക്കം കാണിക്കുന്നതായിരിക്കും. അതിന് കുടുംബദേവി ക്ഷേത്ര ദർശനം നടത്തി ഉചിതമായിട്ടുള്ള യഥാശക്തി വഴിപാടുകൾ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റിയെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ കുടുംബത്ത് അങ്ങനെയുള്ള സർപ്പ പ്രതിഷ്ഠകൾ, വെച്ചാരാധന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിലവിലുള്ള ദൈവാധീനം പ്രശ്നത്തിലൂടെ കണ്ടെത്തി അതിന് പരിഹാരങ്ങൾ ചെയ്തു പോകണം. ഇല്ലെങ്കിൽ അത് തടസ്സ സ്ഥാനത്ത് വരാനുള്ള സാധ്യതകളും അനിഴം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് അനിഴം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കലാരംഗങ്ങളിൽ മേഖലകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാര്യങ്ങൾ കാഴ്ചവെക്കാനും അത് നിമിത്തം ജീവിതത്തിലുള്ള മാറ്റങ്ങൾക്ക്, നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്കും ഉടലെടുക്കുന്ന നല്ലൊരു വർഷമാകും 2026 അനിഴം നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ധനപരമായിട്ടുള്ള നഷ്ടം അനിഴം നക്ഷത്രക്കാർക്കും കാണിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ പ്ലാനിങ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് മുൻപോട്ട് പോവുക. പണം കടം കൊടുക്കുന്നത് നിയന്ത്രിക്കുക. കാരണം ധനനഷ്ടം കാണിക്കുന്നുണ്ട്. ധനം നഷ്ടത്തിലൂടെ നിങ്ങൾക്ക് ശത്രു തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത അനിഴം നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്കും വളരെ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വർഷമായിട്ടാണ് അനിഴം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ തുടക്കം കാണിക്കും. അതിന് വിദ്യാഗോപാല മന്ത്രാർച്ചന ചെയ്യുക. അതുപോലെ തന്നെ സരസ്വതി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള തടസ്സങ്ങൾ പ്രത്യേകിച്ച് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് സരസ്വതി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തീർച്ചയായിട്ടും മാറിക്കിട്ടുന്നതാണ്. നിത്യവും ശ്രീകൃഷ്ണ സ്വാമിയെ പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നടത്തുന്നതും എല്ലാം വളരെ ഉത്തമമായിട്ടുള്ള കാര്യം തന്നെയാണ്. തൃക്കൈ വെണ്ണ വഴിപാടായിട്ട് സമർപ്പിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ അങ്ങനെയുള്ള പഠന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അനിഴം നക്ഷത്രക്കാർക്ക് കുടുംബത്ത് അനുകൂലമായിട്ടുള്ള നല്ല സാഹചര്യം തീർച്ചയായിട്ടും നിലനിൽക്കുന്നതാണ്. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വർഷമായിട്ടാണ് അനിഴം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വർഷമാകും അനിഴം നക്ഷത്രക്കാർക്ക് 2026. പ്രണയ സാഫല്യം, പ്രണയിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്ന പ്രണയ സാഫല്യത്തിന് സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് 2026. ശത്രുപരമായിട്ടുള്ള തടസ്സം നിങ്ങളെയും 2026 നിങ്ങളെയും അലട്ടുന്നതായിരിക്കും. അങ്ങനെയുള്ള ശത്രു തടസ്സങ്ങൾ കൂടി നിൽക്കുകയാണെങ്കിൽ ഭദ്രകാളി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. ഭദ്രകാളി ഗായത്രി മന്ത്രം അതുപോലെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. സംസാര നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത അനിഴം നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് തുടക്കം കുറച്ച് മോശമാണെങ്കിലും 2026 തുടക്കം കുറച്ച് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും അതിനുശേഷം മാർച്ച് മാസം വരെ ചെറിയ രീതിയിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും മാർച്ച് മാസം വരെ. അതിനുശേഷം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു വർഷമായിട്ടാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ഔദ്യോഗികപരമായിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ജോബ് റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങൾ കിട്ടാനുള്ള സാധ്യതകളും അതുപോലെ തന്നെ ജോബ് ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യതകളും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ജോലിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഹയർ അതോറിറ്റീസിനെ പ്രീതിപ്പെടുത്താനുള്ള ബുദ്ധിമുട്ടുകൾ ഉടലെടുക്കുന്ന ഒരു വർഷമാകും 2026. മാർക്കറ്റിംഗ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ച് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. പക്ഷേ ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഒരു മെയ് മാസം കഴിയുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി നിൽക്കുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സ്റ്റാർട്ടിങ് 2026 തുടക്കം ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റിയ, അങ്ങനെ 2025 അങ്ങനെ പൂർണ്ണമായിട്ട് തടസ്സങ്ങൾ ഉണ്ടായ ആളുകൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം മാറി അനുകൂലമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ദൈവാധീനമുള്ള സമയമാണ് വരാൻ പോകുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കണം. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. പണം കടം കൊടുക്കുന്നത്, ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം പ്രത്യേകം നല്ല സൂക്ഷ്മതയോടുകൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക്
നല്ല രീതിയിലുള്ള ഉന്നമനം പ്രതീക്ഷിക്കാൻ പറ്റിയ നല്ലൊരു വർഷമാണ് 2026. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വർഷമാകും. നല്ല രീതിയിലുള്ള സരസ്വതി ദേവി കടാക്ഷം, അതുപോലെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു സമയമായിരിക്കും വിദ്യാർത്ഥികൾക്കും 2026. ദമ്പതികൾക്കിടയിലുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള വഴക്ക് കാര്യങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ കുടുംബത്തെ ശാന്തിയും സമാധാനത്തോടും അതുപോലെ ഐശ്വര്യത്തോടു കൂടി മുൻപോട്ട് നയിക്കാൻ പറ്റിയ ആ ഒരു ദൈവാധീനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്ന നല്ലൊരു വർഷം കൂടിയാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള, അതുപോലെ തന്നെ പഴയ ഗുരുക്കന്മാരെ എല്ലാം കണ്ടുമുട്ടാനും അവരുടെ അനുഗ്രഹം നേടിയെടുക്കാനും അങ്ങനെയുള്ള രീതികളിൽ നിങ്ങളെ മുൻപോട്ട് നയിക്കാനുള്ള, അവരുടെ അനുഗ്രഹത്തോടു കൂടി മുൻപോട്ട് നയിക്കാനുള്ള ഭാഗ്യവും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള ഒരു നല്ല അസുലഭമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യവും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2026 കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യപരമായിട്ട് നിങ്ങൾക്ക് നല്ല സമയമാണ്. പക്ഷേ മഹാലക്ഷ്മി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള ധനപരമായിട്ടുള്ള ഉയർച്ച തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകും. ആദ്യം തടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ്. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ വിദേശത്ത് IT മേഖലകളിലും അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള സമയമാവും തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. ഇതാണ് വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരുടെ 2026 ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കബഡി പ്രശ്നത്തിലൂടെ നിങ്ങൾക്ക് പേഴ്സണലി കൺസൾട്ടേഷൻ കാര്യങ്ങൾക്ക് താല്പര്യമുള്ളവർ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ പേഴ്സണലി മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ട് എന്താണ്, അതുകൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഐശ്വര്യത്തിനും നന്മയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പൂജാ പ്രാർത്ഥന കാര്യങ്ങൾ തികച്ചും സൗജന്യപരമാണ്. ഇതിന് ഫീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. എല്ലാവർക്കും നല്ലൊരു വർഷം നേരുന്നു. നന്മയും ഐശ്വര്യവും ഉണ്ടാവട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.